എല്ലാവർക്കും നമസ്കാരം. കീരിയും പാമ്പും പോലെയാണ് രണ്ട് മനുഷ്യരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ജന്മശത്രുക്കൾ ആണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്നാൽ കീരിയും പാമ്പും ശത്രുക്കളായത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ കീരിയും പാമ്പും യഥാർത്ഥത്തിൽ ശത്രുക്കളാണോ? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ജീവിവർഗമാണ് കീരികൾ. ചെറിയ കുറ്റിക്കാട്ടിലും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലൊക്കെ ഉൾപ്പെടുന്നവ പലപ്പോഴും നമ്മുടെ മുന്നിലൊക്കെ വന്ന് പെടാറുണ്ടല്ലേ. ഏകദേശം 3 ഡസനോളം സ്പീഷീസുകളിൽ പെടുന്ന കീരികൾ ആഫ്രിക്കയിലും തെക്കൻ ഏഷ്യയിലും തെക്കേ യൂറോപ്പിലുമായി കണ്ടുവരുന്നുണ്ട്. ഇവയിൽ 10 സ്പീഷീസുകളാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തം. ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഹെപ്പസ്റ്റൈഡ് ജീനസിൽ പെടുന്ന എഡ്വാർഡിൽ എന്ന സ്പീഷീസ് ആണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കാണുന്ന നാടൻ കീരിയെ ഇന്ത്യൻ ഗ്രേ മോങ്കൂസ് എന്നാണ് വിളിക്കുന്നത്. ഉവ എഡ്വേർഡ്സിൽ എന്ന ഇനമാണിത്. പല മോങ്കൂസ് ഇനങ്ങളിലും വിഷമുള്ളവ ഉൾപ്പെടെയുള്ള പാമ്പുകൾ അവയുടെ ഭക്ഷണത്തിന്റെ പ്രാഥമിക ഇനങ്ങളിലൊന്നായി കാണപ്പെടുന്നുണ്ട്. ഇത് അവയൊരു സ്വാഭാവിക വേട്ടക്കാരനാക്കുന്നു. അതായത് വേട്ടയാടി ഇര പിടിക്കുക എന്നുള്ളതാണ് ഏതൊരു ജീവിവർഗത്തിന്റെയും പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നല്ല ഇരപിടിയന്മാരാണ് കീരികൾ. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയാണ് നടക്കുന്നത്. മൂർഖൻ പാമ്പിനോടല്ലേ പാമ്പുകളോട് കീരികൾക്ക് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല എന്നതാണ് സത്യം. പക്ഷെ ഭക്ഷണത്തിന് വേണ്ടി പാമ്പിനെയാണെങ്കിലും തിന്നണം എന്നതാണ് ഈ കുഞ്ഞന്മാരുടെ രീതി. പാമ്പും കീരിയും തമ്മിൽ ഒരു മുജ്ജന്മ ശത്രുതയൊന്നുമില്ല. കീരികളുടെ ഇഷ്ടഭക്ഷണമാണ് പാമ്പ്. അതുകൊണ്ട് കീരി പാമ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചെറുസസ്തനികൾ, ഉരകങ്ങൾ, പക്ഷികൾ, മുട്ടകൾ, മീനുകൾ, ഞണ്ടുകൾ, തേളുകൾ, പഴുതാരകൾ, എലികൾ, ഓന്തുകൾ, പലതരം ഷഡ്പദങ്ങൾ, പഴങ്ങൾ, വേരുകൾ തുടങ്ങി വിവിധ തരം ഭക്ഷണം ഈ കുഞ്ഞന്മാർ അകത്താക്കുന്നുണ്ട്. അതിലൊരു ജീവിവർഗം മാത്രമാണ് പാമ്പ്. പാമ്പിനെ പിടിക്കാൻ പക്ഷേ കീരിക്ക് ഒരു പ്രത്യേക സ്കില്ലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആരും പേടിക്കുന്ന പാമ്പിനെ കീരിക്ക് പേടിയില്ലാത്തത് കണ്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ടല്ലേ. മംഗൂസുകളും പാമ്പുകളും തമ്മിലുള്ള ശത്രുത പരിണാമത്തിന്റെ മത്സരത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതായത് ഓരോ ജീവിവർഗവും മറ്റൊന്നിന്റെ അതിജീവന തന്ത്രങ്ങളെ ചെറുക്കുന്നതിന് ചില തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് അഥവാ പൊരുത്തപ്പെടലുകൾക്ക് സ്വയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിജീവനത്തിന്റെ ആവശ്യകത ഉള്ളതിനാൽ തന്നെ ഒരു സ്വാഭാവിക വേട്ടക്കാരൻ ഇരാ ബന്ധമാണ് കീരിയും പാമ്പും തമ്മിലുള്ളത്. വളരെ കട്ടിയായ രോമാവൃതമായ ദേഹാവരണമാണ് കീരികൾക്കുള്ളത്. അത് പാമ്പിന് എളുപ്പത്തിൽ കീരിയെ കടിച്ചു പിടിക്കാൻ തടസ്സമാകുന്നു, അല്ലെങ്കിൽ കടിക്കാൻ തടസ്സമാകുന്നു. പാമ്പിനെ ഫലവത്തായി പ്രകോപിപ്പിക്കാനും സ്വയം പരിക്കേൽപ്പിക്കാതിരിക്കാനുമായി വളരെ ചടുലമായ ചലനങ്ങൾ, വളരെ പെട്ടെന്ന് ചെറിയ ചെറിയ ആക്രമണം നടത്തി പാമ്പിനെ തോൽപ്പിക്കാൻ കീരിക്ക് സാധിക്കും. മിന്നൽ വേഗത്തിലുള്ള റിഫ്ലക്സുകളാണ് കീരിക്കുള്ളത്. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവയുടെ വേഗത ഉപയോഗിക്കുന്നുണ്ട്. കീരിയോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാമ്പ് എന്ത് ചെയ്യും? ഈ ഘട്ടത്തിൽ അവസാനം ഈ യുദ്ധത്തിനൊടുവിൽ തളരും. ഈ ഘട്ടത്തിൽ കീരി അവസാനത്തെ വജ്രായുധം എടുക്കും. അതിഗംഭീരമായി ഉന്നം തെറ്റാതെ പാമ്പിന്റെ തലയോട്ടി തകർന്ന രീതിയിൽ, കനത്ത രീതിയിൽ ഒരു കടി കൊടുക്കും. ഈ ഒറ്റ കടിയിൽ യഥാർത്ഥത്തിൽ പാമ്പിന്റെ കഥ കഴിയും. അതിന് അനുയോജ്യമായ രീതിയിലുള്ള വളരെ ബലവത്തായ പല്ലുകളും താടിയെല്ലുമാണ് കീരിക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം, പാമ്പ് കടിക്കില്ലേ കീരി എന്നതാണ്. അതിന് ആദ്യം എങ്ങനെയാണ് വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നറിയണം. നാഡികളെ ബാധിക്കുന്ന വിഷമാണ് മൂർഖൻ വർഗത്തിനുള്ളത്. അതിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം അഥവാ ന്യൂറോടോക്സിൻ നമ്മുടെ ശരീരത്തിൽ സ്വീകരിക്കുന്നത് കോശത്തിലെ അസറ്റൈൽ കൊലൈൻ എന്ന റിസപ്റ്റർ അഥവാ സ്വീകരണി വഴിയാണ്. നാഡിയും പേശിയും ചേരുന്നിടത്താണ് ഇത്തരം റിസപ്റ്ററുകൾ കാണപ്പെടുന്നത്. പേശികളെ നാഡീവ്യൂഹവുമായി ബന്ധിപ്പിച്ച് സംവേദനം കൃത്യമായി നടത്തുന്നതിൽ റിസപ്റ്ററുകൾക്ക് പ്രധാന പങ്കുണ്ട്. പാമ്പിൻ വിഷം ഈ റിസപ്റ്ററുകളിലെത്തി അത് പ്രവർത്തിച്ച് അവയുടെ പ്രവർത്തനശേഷി നശിപ്പിച്ച് പേശിയുടെ സംവേദനാത്മകത ഇല്ലാതാക്കും. അങ്ങനെ പാരാലിസിസ്, മരവിപ്പും പക്ഷാഘാതവും ക്രമേണ മരണവും സംഭവിക്കും. പല പാമ്പുകളുടെ വിഷങ്ങളിലും പ്രത്യേകിച്ച് മൂർഖൻ വിഷങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ന്യൂറോടോക്സിനുകളോട് സംവേദനക്ഷമത കുറഞ്ഞ പ്രത്യേക അസറ്റൈൽ കോളിൻ റിസപ്റ്ററുകളാണ് ഈ കീരികൾക്ക് ഉള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാമ്പുകൾക്ക് സ്വയവും കീരികളിൽ വിഷത്തെ സ്വീകരിക്കാൻ പ്രാപ്തമല്ലാത്ത വ്യത്യസ്തമായ ഘടനയോടുകൂടിയ റിസപ്റ്ററുകളാണുള്ളത്. അതിനാൽ വിഷത്തിന് കോശത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. ഈ ഘടനാപരമായ പരിണാമപരമായ പ്രത്യേകതയാണ് കീരികളെ വിഷത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ പാമ്പുകൾ ശക്തരായ എതിരാളികളാണെങ്കിലും വിഷ പ്രതിരോധത്തിന്റെയും ശ്രദ്ധേയമായ വേഗതയുടെയും അതുല്യമായ ഒരു സംയോജനം വരുമ്പോൾ പലപ്പോഴും ഏറ്റുമുട്ടലിൽ കീരിക്ക് മേൽക്കൈ ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവർ മുജന്മ ശത്രുക്കളോ അല്ലെങ്കിൽ കീരിയും പാമ്പും എല്ലാ തവണയും ആക്രമിക്കുന്ന ആളുകളൊന്നുമല്ല. തൻ്റെ ശരീരത്തേക്കാൾ വലിപ്പമുള്ളൊരു ഇരയൊന്നും അങ്ങനെ പാമ്പുകൾ തിരിച്ചും ആക്രമിക്കാറില്ല, അല്ലെങ്കിൽ കീരികൾ തിരിച്ചും ആക്രമിക്കാറില്ല. പക്ഷെ പല ഘട്ടങ്ങളിലും വിശന്നിരിക്കുന്ന ഘട്ടങ്ങളിൽ ഇരയായി മുന്നിലേക്ക് വരുന്നതിനെ തൻ്റെ വേഗത ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി കടിച്ചു കൊല്ലുക എന്നുള്ള കീരിയുടെ രീതി, ആ രീതി കൊണ്ടാണ് പലപ്പോഴും നമ്മളെല്ലാം പേടിക്കുന്ന പാമ്പിനെ കീരിക്ക് പേടിയില്ലാത്തതും. കീരി ഇതിനെ ആഹാരമാക്കാൻ വേണ്ടി മാത്രമാണ്
ഇതുങ്ങളെ ആക്രമിക്കാറുള്ളത്.